ത്രിപുരാ നിരാംബുജിതൻ പുണ്യാപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭജ ഭുജവാകുലാപതി ശയനാന അലേനഖീലേശ്വരൻ. നമസ്കാരം. ഇന്ന് നമ്മൾ പയ്യന്നൂർ എടാട്ടാണ് എത്തിയിട്ടുള്ളത്. പാർവതി അമ്മയെ കാണാനാണ്. പാർവതി അമ്മയ്ക്ക് 98 വയസ്സുണ്ട് കേട്ടോ. ഇപ്പൊ ഈ കർക്കിടക മാസത്തില് രാവിലെ രാമായണം വായിക്കും. കണ്ണടയുടെ ആവശ്യമൊന്നും അങ്ങനെ കാര്യമായിട്ട് വരാറില്ല അല്ലേ? അതെ, കണ്ണട എടുത്തന്നെയുണ്ട്. പക്ഷെ വെക്കലില്ല അധികം. ഇല്ല, അധികമൊന്നും വെക്കില്ല. മറ്റന്നെ വായിക്കുന്നു. മറ്റന്നെ വായിക്കുന്നുണ്ട്. ഇനി ചിങ്ങമാസത്തില് കൃഷ്ണപാട്ടും വായിക്കും. കൃഷ്ണപ്പാട്ടും വായിക്കും. പാർവതി അമ്മയ്ക്ക് ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. പാർവതി അമ്മയുടെ ഭർത്താവ് ഐ.എൻ.എ. ഭടനും സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. ഐ.എൻ.എ. ഭടൻ എന്ന് പറയുമ്പോൾ നേതാജിക്കൊപ്പം തന്നെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ചെയ്തൊരു വീട്ടിൽ കൂടിയാണ് ഇന്ന് വന്ന് കയറാൻ പറ്റിയത്. അടുക്കാടൻ വീട്ടിൽ കുഞ്ഞിരാമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ ഭർത്താവിന്റെ പെൻഷനെ കൊണ്ട് 2 പെൻഷൻ ഉണ്ട് എനിക്ക്. 2 പെൻഷൻ വന്നാൽ അതിനെ കൊണ്ട് തന്നെ എന്റെ ജീവിതം. അമ്മയെ പോലെയുള്ളവരുടെയൊക്കെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി. അമ്മ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളൂ അല്ലേ? എല്ലാം ചെയ്യും. ആ കുളിമുറിയിൽ വെള്ളം കൊണ്ടുവെക്കും, ആർന്ന് കുളിക്കും, ആർന്ന് നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ വെള്ളം കഴിച്ചു വരും. ഇവളെല്ലാം മറ്റുള്ള കഴിച്ചു വരും. ഇവള് എവിടെയെങ്കിലും പോയെങ്കിലും മറ്റുള്ള ചോറിലിവിടെ അതെ, മക്കളൊക്കെ അടുത്തൊക്കെ ഉണ്ട്. അപ്പൊ അവരെന്നെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പക്ഷെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഈ 98 വയസ്സിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓർമ്മയ്ക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സംസാരിക്കുന്നത് ഭയങ്കര ക്ലിയർ ആണ് അല്ലേ? കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അമ്മ ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു? 4ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് വരെ. പഴയ 4ാം ക്ലാസ് പഴയ 4ാം ക്ലാസ് വരെ. പിന്നെ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. പിന്നെ പഠിക്കാൻ ഉണ്ടായില്ല. നേരെ അച്ഛനും മരിച്ചു. അമ്മ ഒരു മോനെയും എന്നെയും കൊണ്ട് ഇങ്ങനെ നോക്കി വീട്ടിലെ പണിയെടുത്തു. ഒരുപാട് കൃഷി ഉണ്ടായി. അതെ, ഈ കളം പാറ്റി അപ്പുറത്തെ കളം പാറ്റിയും വീടേനെല്ലായിട്ട്. അതെ. അപ്പൊ ചെറുതിലെ ജോലിയൊക്കെ ചെയ്യേണ്ടി വന്നു. ഞാൻ അവരെല്ലാം പോകുമ്പോ വീട്ടിലാളും ഉണ്ടേ. അങ്ങനെയാണ്. അതെ. ഈ വലുതായതിനു ശേഷം രാമായണമൊക്കെയാണോ ശരിക്കും വായിക്കുന്നത്? നല്ല ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ പുസ്തകം കിട്ടുകയും വായിച്ചൊരു അറിവൊക്കെ ഉണ്ടോ? പുസ്തകമെല്ലാം കിട്ടിയാലെല്ലാം വായിക്കലുണ്ട്. എന്തെല്ലോ പുസ്തകം കിട്ടും. പാട്ട്, ഈ പാട്ടുപാടിന്റെ പുസ്തകമെല്ലാം ശീലാവതി, സന്താനോപാരം, പിന്നെ അങ്ങനെയുള്ള പുസ്തകം വായിക്കും. ഓർമ്മയിൽ ഏതൊക്കെയാ ഉള്ളത്? ഇങ്ങനെ നോക്കി വായിക്കാതെ ഓർമ്മയിൽ കുറെ ശ്ലോകങ്ങളൊക്കെ ഉണ്ടോ? മാതൃമയം അത് വീടവാദമേഷ പ്രണാവ ചോദ്യമേ ഹേലാനി ദുർമലോചനവതേ ഹേ ചരണം നിശേഷീ ഹൃദരക്തവി നിത്യേനി സുംഭാവകേ സുംഭത്വം സനിതുരാക്ഷീരം ദുർഗേ നമസ്തമ്മികേ മായാകുണ്ടലിനി മതിനദി കാളീകര മാലിനി മാതങ്ങി ജയാ ജയാ ശാംഭവി ശക്ത ശങ്കര വല്ലഭ കാർത്യായനി വൈരവി കരിങ്കാലി മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ മറ്റായ സിംഹമുള്ളിൽ ഒരിക്കലും മറ്റ് ഞാൻ മായാവതിയിൽ വിളയാതിരിക്കണം സൃജനപ്രിയ വിഭോ സംഘം. നമസ്കാരം. അമ്മ ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ പുസ്തകം വായിക്കും. അങ്ങനെ അല്ലാത്ത സമയത്ത് ആരെങ്കിലും അമ്മയുടെ സുഹൃത്തുക്കൾ ഇവിടെ വരികയും സംസാരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? വരിലുണ്ട്. അവര് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞിട്ട് അവരങ്ങ് പോകും. ഞാൻ പറയും, നിങ്ങൾക്ക് പുസ്തകം വായിക്കാനായില്ലേ, രാമായണം വായിക്കാനായില്ലേ, ഞാൻ ഇനി പോന്ന് ഇത് പറഞ്ഞിട്ട് അങ്ങ് പോകും. കുറച്ച് സമയം ഇരിക്കും, അന്ന് അവിടെ അങ്ങ് പോകും. ഇന്നിപ്പോ ആരും വന്നിട്ടില്ല ഇങ്ങോട്ട്. പാർവതി അമ്മയുടെ ഒരു പ്രായമുള്ളവരും 98 വയസ്സുള്ളവരില്ല ഇല്ല, പക്ഷെ എന്നാൽ പോലും തൊട്ടടുത്തുള്ളവരും അടുത്തുള്ളവരെല്ലാം വരും. നല്ല ഇതാണ് എന്നോട്. അമ്മയെ കാണാനും വർത്താനം പറയാനൊക്കെ വരും. പക്ഷെ അമ്മക്ക് വായിക്കാനുള്ള സമയമായില്ലേന്ന് പറഞ്ഞ് അമ്മയുടെ സമയം അപഹരിക്കാതെ അവരങ്ങ് പോവുകയും ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, അതിനൊപ്പം തന്നെ വായനയും ഏറെ ഇഷ്ടപ്പെടുകയാണ് പാർവതി അമ്മ അല്ലെ? നമുക്ക് വീട്ടില് മുത്തശ്ശി ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയ സന്തോഷം. അവിടുത്തെ കുട്ടികൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ അസറ്റാണ് പ്രായമുള്ള ഒരാൾ വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നത്. എൻ്റെ അമ്മമ്മയൊക്കെ കുറച്ച് കിടപ്പിലായിരുന്നു. പക്ഷെ ഈ കർക്കിടക മാസത്തിൽ എഴുന്നേറ്റിരുന്ന് രാമായണം വായിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പാർവതി അമ്മയെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലിരുന്ന് സ്വന്തം അമ്മേനെ പോലെ തന്നെ പാർവതി അമ്മയെ കാണാം. പാർവതി അമ്മ രാമായണം എവിടെ വരെ എത്തി ഇപ്പൊ വായിച്ചിട്ട്? വായിച്ചിട്ട് അടയാളം വെക്കും. ഇനി അത് വൈകുന്നേരം ആകുമ്പോ വായിക്കും അവിടെ അങ്ങോട്ട്. അതെ. ഇങ്ങനെ പുസ്തകം വായിക്കുന്നതല്ലാതെ പിന്നെ വാർത്ത കേൾക്കാനൊക്കെ ഇഷ്ടമാണോ? വാർത്ത വായിക്കാനെല്ലാം ഇഷ്ടന്നെ, കാണലും ചെയ്യും. അതെ, ശ്രീകണ്ഠൻ നായർ വാർത്തയൊക്കെയാണ് കൂടുതലും കേൾക്കുന്നില്ലേ? അതെ, രാവിലെ വരുമല്ല. ഞാൻ ഇവളോട് പറയാൻ തന്നെ ശ്രീകണ്ഠൻ നായർ ഒക്കെ വെച്ചപാട് അത് വരും. അതെ, അപ്പൊ ശ്രീകണ്ഠൻ നായരെ കാണണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ പാർവതി അമ്മയ്ക്കുണ്ട്.
പാർവതിയമ്മയ്ക്ക് വായിക്കാനാണ് ഇഷ്ടം. ഇപ്പൊ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അപ്പോഴൊക്കെ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ ഇഷ്ടമാണ്. രാമായണം, അതുപോലെ മഹാഭാരതം വായിക്കാറുണ്ട്, കൃഷ്ണപ്പാട്ട് ചൊല്ലാറുണ്ട്, ദേവി മഹാത്മ്യം വായിക്കാറുണ്ട്. അങ്ങനെ ഓരോ സമയത്ത് ആ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു. അതിനോടൊപ്പം മറ്റു പുസ്തകങ്ങളും ഒക്കെ കയ്യിൽ ഏത് പേപ്പർ കിട്ടിയാലും അത് വായിക്കാനുള്ള ഒരു ഇഷ്ടമാണ് പാർവതിയമ്മയ്ക്കുള്ളത്. നമ്മള് എന്താ പറയാ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലൊരു മുത്തശ്ശി ഉണ്ടാവുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. അങ്ങനെ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ വേണ്ടി പാർവതിയമ്മയെ പരിചയപ്പെടുത്തിയതാണ്. വരൂ വരൂവതീനെന്തൊരു കാരണം, താമരാസോത്ഭവ കൽപ്പിതം കേവലം, താതിനോ ദിശേരഥ തനയനോ മാതാങ്കശാസനമേ, താവേന തമ്പിയുമായി ഗമിച്ചിടിനാൻ, താവേന താതനായോ ദാനാല സാക്ഷിയായി സഖ്യവും. ഒരുപാട് സന്തോഷം അമ്മേ. നന്ദി.